സ്നേഹമുള്ള നല്ല ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇതുവരെയും ഞങ്ങളെ വഴി നടത്തിയ നിന്റെ വൻ കൃപയെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഓരോ നിമിഷവും നീ കൈപിടിച്ച് ഞങ്ങളെ നടത്തുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ നീ നൽകുന്നു. ഓ കർത്താവെ, അവിടുത്തെ അനന്തമായ കൃപ, അവിടുത്തെ അനന്തമായ സംരക്ഷണം, അവിടുത്തെ അനന്തമായ പരിപാലനം, ഇവ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഓ ദൈവമേ, നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ആവശ്യമായ ശക്തിയാൽ ഞങ്ങളെ നയിക്കണം. അനുദിനം നടത്തുന്ന വഴികളെ കുറിച്ച് ധ്യാനിച്ച് വചനത്തിൽ ആഴപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, ആമേൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഓരോ ചിന്തകളും അത് പങ്കുവയ്ക്കുന്നതിന് 2-3 ദിവസം മുൻപ് വചനം വായിക്കുമ്പോൾ കിട്ടുന്ന ഉൾക്കാഴ്ചയാണ്. എൻ്റെ ബുദ്ധിയുടെ തലത്തിൽ നിന്നല്ല ഇതൊന്നും ഞാൻ പറയുന്നത്, മറിച്ച് ഒരു പ്രത്യേക സന്തോഷവും പ്രത്യേകമായ സമാധാനവും പ്രത്യേകമായ ഒരു ഉൾവിളിയും അതോടൊപ്പം തന്നെ ഈ വചനത്തിൻ്റെ ഉള്ളിലൂടെ നൽകുന്ന ആശ്വാസങ്ങളും അതോടൊപ്പം തന്നെ നൽകുന്ന ശക്തിയും ഒക്കെയാണ് ഞാൻ പങ്കുവയ്ക്കുന്ന ഈ വചനത്തിലൂടെ എനിക്കും പലർക്കും അനുഭവവേദ്യമാകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. ആ സംഭവം ഇതാണ്. കഫർനാമിലെ സിനഗോഗില് ഈശോ കടന്നു ചെല്ലുകയും അവിടെ വചനം പ്രസംഗിക്കുകയും ചെയ്യുന്നു. അവന്റെ വചന ശുശ്രൂഷയില് പലർക്കും അത്ഭുതമുണ്ടായി. കാരണം അതുവരെ അവർ കേട്ടുകൊണ്ടിരുന്നത് നിയമജ്ഞന്മാരുടെയും അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെയും ഒക്കെ വചന സന്ദേശങ്ങളായിരുന്നിരിക്കണം. കുറെ ബോധ്യങ്ങളാണ് അവർ കേട്ടുകൊണ്ടിരുന്നത്. കുറെ ഉൾക്കാഴ്ചകൾ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടാവാം. എന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും നടക്കുന്ന വചന ശുശ്രൂഷ ആദ്യമായിട്ടാണ് ആ കൂട്ടർ അനുഭവിച്ചത്. പല രോഗികൾ സൗഖ്യപ്പെടുന്നു. വലിയ വലിയ മാറ്റങ്ങൾ സമൂഹത്തിലും വ്യക്തികളിലും സംഭവിക്കുന്നു. ഇതെന്തൊരു വചന ശുശ്രൂഷ എന്ന് അവർ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവർ അതിൽ പറയുകയാണ്, ഇവൻ നിയമജ്ഞന്മാരെ പോലെയൊന്നുമല്ലല്ലോ, അധികാരത്തോടെ അവൻ പ്രസംഗിക്കുന്നു എന്ന്. ആ സിനഗോഗിൽ അന്ന് ഒരു പിശാചു ബാധിതൻ ഉണ്ടായിരുന്നു. പിശാചു ബാധിതൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ പിശാച് ബാധിച്ചിട്ട് വരുന്നയാളെയാണല്ലോ പിശാചു ബാധിതൻ എന്ന് പറയുക. പിശാച് അവനിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പിശാച് അവനിൽ നിവേശിക്കപ്പെട്ടിട്ടുണ്ട്. അവന്റെ ഉള്ളിൽ പിശാചുണ്ട്. ഈ പിശാചു ബാധിതൻ അലറുന്നതായിട്ടാണ് അതിൽ പറയുക. എന്താണ് അവൻ അലറുന്നത്? നസ്രായനായ യേശുവേ, എന്തിനു നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? പിശാച് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നും വേണ്ടിയല്ല. ദൈവത്തെ എതിർക്കുവാൻ പിശാചിന് സാധിക്കില്ല. എന്നാൽ ദൈവിക സത്യങ്ങളെ എതിർത്ത് തിന്മയിലേക്ക് നയിക്കുവാൻ അവന് സാധിക്കും. ദൈവത്തിന് മുമ്പിൽ അവൻ അടങ്ങി നിൽക്കും. കാരണം ദൈവത്തിനെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ദൈവം നമുക്കൊരു വാഗ്ദാനം നൽകി, അവിടുന്ന് രക്ഷകനെ അയക്കാം എന്നുള്ള കാര്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വചനമാണ് അത്. വചനം ഇങ്ങനെ പറയുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. നോക്കിക്കേ, അവൻ നിന്റെ തല തകർക്കും. ദൈവം അയക്കുന്ന രക്ഷകൻ സാത്താന്റെ തല തകർക്കുവാൻ പോന്നവനാണ്. ഇത്ര ശക്തമായിട്ടാണ് ദൈവം നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. നമ്മുടെ രക്ഷകൻ സാത്താന്റെ തല തകർക്കാൻ പോന്നവനാണ്.
സാത്താന് ദൈവത്തിന്റെ അടുത്ത് അനങ്ങാൻ പോലും സാധിക്കുകയില്ല. നേരിട്ട് അവന് വരാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ അടുത്ത് വരാൻ പറ്റുന്നവരുടെ ഉള്ളിൽ കയറി രഹസ്യമായിട്ട് വരും. നേരിട്ട് അവൻ വരില്ല. വാതിൽപ്പടിയിൽ പതിയിരിക്കും, ഒളിഞ്ഞിരിക്കും അവൻ. എന്നാൽ നമ്മുടെ കർത്താവ് വാതിൽക്കൽ വന്ന് മുട്ടുന്നവനാണ്. അവൻ സ്വരം നൽകിക്കൊണ്ട് അവന്റെ സാന്നിധ്യം അറിയിക്കും. ഞാനിതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ സാത്താൻ വാതിൽപ്പടിയിൽ പതിയിരിക്കുന്നവനാണ്. അവൻ ഒളിച്ചിരിക്കാനേ അറിയൂ. അവന് നേരിട്ട് വരാൻ അറിയില്ല. അത്രയ്ക്ക് പേടിത്തൊണ്ടനായ പിശാച് ഈ മനുഷ്യന്റെ ഉള്ളിൽ കയറി വന്നു. അവന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് അവനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. നേരിട്ട് സംസാരിക്കാൻ പറ്റില്ലാത്ത അവൻ ഇതാ ഈ മനുഷ്യനെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. എന്താണ് സംസാരിപ്പിക്കുന്നത്? നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഏതായാലും ഈ മനുഷ്യനെയും കൂടി പിശാച് കൂട്ടുപിടിച്ചിട്ടുണ്ട്. പിശാച് കയറിയിരിക്കുന്ന ഈ മനുഷ്യനും അവർ ഒരു കൂട്ടായ്മയായി. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? തെറ്റായ ഒരു ബോധ്യം പിശാച് ഇവിടെ കൊടുക്കുന്നുണ്ട് മനുഷ്യന്. നസ്രായനായ യേശു നശിപ്പിക്കാൻ വന്നവനാണ് എന്ന്. എന്നാൽ അതല്ല സത്യം എന്ന് നമുക്കറിയാം. അവൻ രക്ഷകനാണ്. അവൻ രക്ഷിക്കുവാൻ വന്നവനാണ്. അവൻ ജീവൻ നൽകുവാൻ വന്നവനാണ്. അവൻ വീണ്ടെടുക്കാൻ വന്നവനാണ്. അവൻ പാപമോചനം നൽകുവാൻ വന്നവനാണ്. തെറ്റായ ഒരു ധാരണ ആ മനുഷ്യന്റെ ബുദ്ധിമണ്ഡലത്തിലേക്ക് ഉള്ളിൽ ഇരുന്നു കൊണ്ട് അവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതവൻ ഇങ്ങനെ തന്നെ ചോദിച്ചു, ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? അടുത്ത വചനമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കുക, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. അതിൽ പറയുകയാണ്, 2 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? രണ്ടാമത് പറഞ്ഞു, നീ ഞങ്ങളെ നശിപ്പിക്കാനാണോ വന്നിരിക്കുന്നത്? മൂന്നാമത്തെ സ്ഥലത്ത് പിശാച് അവനിലൂടെ പറയുകയാണ്, നീ ആരാണെന്ന് എനിക്കറിയാം. എന്നാൽ പാവം ഈ മനുഷ്യന് അറിയത്തില്ല. സത്യം പിശാച് പറഞ്ഞു, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. പാവം ഈ മനുഷ്യന് അറിയത്തില്ല. എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ സത്യം അറിയാത്തത് കൊണ്ടാണ് നമ്മിൽ പലർക്കും തെറ്റുപറ്റുന്നത്. വചനം അറിയാത്തത് കൊണ്ടാണ് നമുക്ക് പലർക്കും തെറ്റുപറ്റുന്നത്. ദൈവം ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് പലർക്കും തെറ്റുപറ്റുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമരിയാക്കാരിയോട് പറയുന്ന വചനവും ശ്രദ്ധേയമാണ്. ദൈവത്തിന്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന. സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞെങ്കിലേ യേശുക്രിസ്തു ആരാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ യേശു കർത്താവാണെന്ന് ഏറ്റുപറയുവാൻ ആർക്കും സാധിക്കുകയില്ല. കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം നാം കാണുന്നുണ്ട്. ഈശോ അവനോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന്റെ ഉത്തരം പത്രോസ് കൊടുക്കുന്നത് വളരെ ശക്തമാണ്, വളരെ വ്യക്തമാണ്. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. ഉടനടി യേശുവിന് സത്യം മനസ്സിലായി. മാംസരക്തങ്ങളല്ല ഇത് നിന്നെ പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിന്നെ ഈ കാര്യം വെളിപ്പെടുത്തി തന്നത്. സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് നമുക്ക് യേശു ക്രിസ്തു ആരാണെന്ന് വ്യക്തമാക്കി തരും. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് പറഞ്ഞു തരും, നിന്നെ രക്ഷിക്കുവാനായി കടന്നു വന്ന പുത്രൻ തമ്പുരാനാണ് യേശു എന്ന. അതെ സഹോദരങ്ങളെ,
നമുക്ക് അവനെ മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. പല പണികളിൽ നിന്നും പല ജോലികളിൽ നിന്നും നമ്മൾ മാറും. പല സ്വഭാവങ്ങളും നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാകും. കാരണം ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായെ സ്നേഹിക്കുവാനും അവനു വേണ്ടി ജീവിക്കുവാനും നാം തയ്യാറാവും. എത്ര മോശമായ ജീവിതം നയിക്കുന്നവനാണെങ്കിലും യേശുക്രിസ്തുവിനെ അറിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറഞ്ഞാൽ അവൻ പാടെ മാറും. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പുള്ളതാണെങ്കിലും മഞ്ഞുപോലെ വെളുപ്പിക്കുവാൻ കഴിവുള്ളവനായ കർത്താവിന്റെ അടുത്തേക്ക് കടന്നു വന്ന് അവനിൽ നിന്ന് ശക്തി സ്വീകരിച്ച് വെളിച്ചമായി, വെളിച്ചത്തിന്റെ മക്കളായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സിഹിയോനിലന്നു നീ വന്നതുപോലെ